നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക്. അതുകൊണ്ട് ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. വിച്ചൂട്ടൻ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ദേവൂട്ടൻ വൈകുന്നേരമേ വരുള്ളൂ. അവർക്ക് എക്സാമാണ്, പക്ഷെ വൈകുന്നേരം വിടുകയുള്ളൂ. വിച്ചൂട്ടന് ടേം എക്സാമൊക്കെ ആയതുകൊണ്ട് അവൻ ഉച്ചയ്ക്ക് വന്നേ. നമ്മുടെ കൂണൊക്കെ നല്ല മഴയൊക്കെ ആയപ്പം കൂണൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഒരുപാട് പ്രാവശ്യം ഈ 2 കൂൺപെട്ടിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് കൂണുകളൊക്കെ. മഴയൊക്കെ തോർന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇനി വൈകുന്നേരത്തേനുള്ള എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നതാണ്. പക്ഷെ പ്ലാനിങ് ഒക്കെ തെറ്റി കേട്ടോ. ഞാൻ എഴുന്നേറ്റ് കുറച്ച് താമസിച്ച് പോയി. അതുകൊണ്ട് തന്നെ ചായയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ദേവൂട്ടൻ വന്നു. പിന്നെ അവൻ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഏത്തയ്ക്കാപ്പാണ് ഉണ്ടാക്കുന്നത്. വേറെ സ്പെഷ്യലായിട്ടുള്ള സ്നാക്കൊന്നും അല്ല. ഏത്തയ്ക്കാപ്പം പക്ഷെ സാധാരണ ഞാനതിൽ മാവ് മാത്രം, ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദ മാവ് ഇത് മാത്രമേ ചേർക്കുകയുള്ളൂ. ഇന്ന് ഞാനതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലോർ ഉണ്ടായിരുന്നുകൊണ്ട് കോൺഫ്ലോറും കൂടെ ചേർത്തിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ട് കോൺഫ്ലോറും ഗോതമ്പ് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കായ ഭയങ്കര വലിപ്പത്തിലല്ല കേട്ടോ, ഇങ്ങനെ ഒരു കാ തന്നെ പകുതിയാക്കിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ആ മാവിൽ മുക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുറിച്ചിട്ടാകുമ്പോഴത്തേനും നമുക്ക് കുറേ എണ്ണം കിട്ടുമല്ലോ. പിന്നെ എണ്ണയും കുറച്ച് മതി. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഏത്തയ്ക്കാപ്പമൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നമുക്ക് കുറച്ച് തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാനും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ആയിട്ട് ടെറസിൽ കയറിയതാണ് കേട്ടോ. അപ്പോഴത്തേ പിന്നെ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കാൻ പറ്റാത്ത പോലെ മഴ. ഈ അംഗമെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത സെക്ഷൻ പഠിത്തത്തിലേക്ക് കയറണം. കാരണം നാളത്തേനുള്ള പരീക്ഷയുടെയൊക്കെ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും കൂടെയൊക്കെ ഒന്ന് നോക്കണം. അതിന് വൈകിട്ട് പിന്നെ വലിയൊരു യുദ്ധത്തിന് കയറുവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെ.